ദീപക് മലയമ്മ, അവിടെ നദിയിൽ സോണാർ പരിശോധന നടത്തി ആ ഭാഗത്ത് തന്നെ, അതായത് കഴിഞ്ഞ ദിവസം ഐബോട്ട് ഡ്രോൺ സ്പോട്ട് ചെയ്ത ഭാഗത്ത് തന്നെ തുടരുകയാണോ നേവി? സംഘം നിലവിൽ നദിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇറങ്ങി കൂടുതൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൃത്യമായി ആ മേഖലയിൽ ഒരു ബർത്ത് രൂപീകരിച്ചുകൊണ്ട് മണ്ണ് നീക്കം കൂടുതൽ സുഗമമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആ മേഖലയിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ലക്ഷ്മണൻ്റെ കടയുടെ പുറകുവശത്തെ ഭാഗത്തെ മണ്ണ് നീക്കമാണ് പ്രാഥമികമായി നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ നദിയിൽ ഇറങ്ങിക്കൊണ്ട് കൂടുതൽ ഇടപെടലുകൾ നടത്താനുള്ള ഒരു അടിയന്തരമായ നീക്കം പെട്ടെന്ന് ഉണ്ടാകില്ല എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. നേവി സംഘത്തിന് അത്തരത്തിൽ പരിമിതികൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ മേഖലയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇന്നലെ SP ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം കണക്കിലെടുത്തുകൊണ്ട് ലക്ഷ്മണൻ്റെ കടയുടെ പുറകുവശത്ത് ആ മേഖലയിലെ മണ്ണ് നീക്കം കുറച്ചുകൂടി എളുപ്പത്തിൽ സാധ്യമാക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതിനുതകുന്ന തരത്തിൽ യന്ത്രങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ച് ഏതാണ്ട് 60 അടിയോളം മേഖലയിലേക്ക് നമുക്ക് മണ്ണ് നീക്കം സാധ്യമാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ മഴ അല്പം മാറി നിൽക്കുകയും അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ സാഹചര്യം മാറുകയും ഒക്കെ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ എളുപ്പമാവുകയുള്ളൂ എന്നുള്ളത് കൂടി പറയാൻ സാധിക്കും. എന്തായാലും ദൗത്യസംഘത്തെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. 4 സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും അതിൽ 3ാമത്തെ സ്പോട്ട് കൃത്യമായി അർജുൻ്റെ ലോറിയാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയിട്ട് പോലും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ആ ക്യാബിനകത്ത് മനുഷ്യ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ് പ്രാഥമികമായുള്ള സ്ഥിരീകരണം. അതുകൊണ്ട് തന്നെ ഇനി മറ്റെവിടെയെങ്കിലുമാണോ അർജുൻ ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത കിട്ടേണ്ടതുണ്ട്. ഈ തിരച്ചിലിൻ്റെ ഒരു വ്യാപ്തി വലിയ രീതിയിൽ തന്നെ ഉണ്ട് എങ്കിൽ പോലും ഇത് എത്ര സമയം തുടരും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോഴില്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരും. ഇന്ന് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കമുള്ള സംഘം ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെത്തിയതിന് ശേഷം മാത്രമായിരിക്കും തുടർ തിരച്ചിൽ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടമായിരിക്കും ഇന്നു മുതൽ ഇനി അങ്ങോട്ട് എങ്ങനെ വേണമെന്നുള്ളത് സംബന്ധിച്ച ഒരു കൃത്യമായ നിർദ്ദേശം നൽകുക എന്നുള്ളത് M ഇന്ദ്രപാലൻ തന്നെ വിശദീകരിച്ചതാണ്. അതായത് ഓറഞ്ച് അലർട്ട് കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ തിരച്ചിൽ ഇനി ഇതേ സജീവതയിൽ മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സുജയ. ദീപക് മലയമ്മ, ഇപ്പോൾ കരയിൽ 2 എക്സ്കവേറ്ററുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പുഴയോരത്തോട് ചേർന്നുള്ള ചെളിയും ഒപ്പം തന്നെ പുഴയുടെ താഴത്തേക്കുള്ള തട്ട് ഉറപ്പിക്കുന്ന അവിടെയുള്ള മറ്റു മണ്ണുമാന്തി യന്ത്രങ്ങളുമാണ്. സമാനമായ രീതിയിൽ ലക്ഷ്മണന്റെ കടയിരുന്ന ഭാഗത്ത് ഏകദേശം റോഡിന്റെ നിരപ്പിലുള്ള മണ്ണ് നീക്കി കഴിഞ്ഞതാണ്. ഇനി താഴേക്ക് കിടക്കുന്ന ഏകദേശം 5 മീറ്ററോളം താഴോട്ട് വീണ് കിടക്കുന്ന മണ്ണുണ്ട്. ആ മണ്ണ് പൂർണ്ണമായും നീക്കുന്ന പ്രവൃത്തികളാണോ ഇപ്പോൾ അവിടെ നടക്കുന്നത്? അങ്ങനെ തന്നെയാണ്. അതായത് ആ കടയിൽ അന്ന് അപകടം നടക്കുന്നതിന് ആ സമയത്തിന് തൊട്ട് മുൻപായി തന്നെ 4 പേർ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് കോൾ റെക്കോർഡ് എന്നുള്ള നിലയിൽ പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് 4 പേരുണ്ടെങ്കിൽ അതിൽ 3 പേരെ സംബന്ധിച്ച് പോലീസിന് കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ 4ാമത്തെ ആൾ ആര് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അത് അർജുനാണോ എന്നുള്ള സംശയവും കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അർജുനാണെങ്കിൽ ആ കട അത്തരത്തിൽ തകർന്ന സാഹചര്യത്തിൽ അവിടെ മറ്റ് കടയുടെ പുറകുവശത്തേക്കൊക്കെ നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടി വരും. ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല പരിശോധനകൾ പോയത്. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ GPS ലൊക്കേഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നമ്മൾ നടത്തി. പക്ഷേ അവിടെ നമുക്ക് ആശാവഹമായ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് മെറ്റൽ ഡിറ്റക്ടറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി. ചില സൂചകങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അന്വേഷണം പുരോഗമിച്ചത്. ഏറ്റവും ഒടുവിൽ സോണാർ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഇമേജുകൾ പുറത്തേക്ക് വന്നതിന് പിന്നാലെ അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളിലേക്ക് നമ്മൾ പോയി. അതിന് തൊട്ട് അടുത്ത ദിവസമാണ് ഇത്തരത്തിൽ ഡ്രോൺ പറത്തിക്കൊണ്ട് വ്യക്തമായ നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും 4 സ്പോട്ടുകൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തത്. അതിൽ ഒന്നാമത്തേത് ടാങ്കർ ലോറിയുടെ ക്യാബിനാണ് എന്നുള്ള സ്ഥിരീകരണമുണ്ട്. മറ്റൊന്ന് അവിടെ ഉണ്ടായിരുന്ന റോഡിലുണ്ടായിരുന്ന റെയിൽ ഫെൻസിങ്ങിൻ്റെ പാർട്ടാണ് എന്ന് പറയുന്നു. 3ാമത്തെ സ്പോട്ടിലാണ് കൃത്യമായി അർജുൻ്റെ ലോറിയാണെന്ന് പറയുന്നത്. അതായത് ക്യാബിനും അതിൻ്റെ മറ്റു പോർഷനും കൂടെ ചേർന്നിട്ടുള്ള ഭാഗം
ഭാഗം ആണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തിയത്. ഈ ടാങ്കർ ലോറി ആയതുകൊണ്ടാണ് ക്യാബിൻ മാത്രമായി അവിടെ അവശേഷിച്ചത്. അതിൻ്റെ ടാങ്കർ ഒഴുകി പോകുന്ന കാഴ്ചകളടക്കം നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവിടെ 11 kV ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഒരു ടവർ ഉണ്ടായിരുന്നു. ആ ടവറിൻ്റെ ഭാഗമാകാം എന്നുള്ള വിലയിരുത്തലുമുണ്ട്. അങ്ങനെ കൃത്യമായൊരു നിരീക്ഷണത്തിലേക്ക് ലഭ്യമായ സിഗ്നലുകളൊക്കെ വെച്ച് ഈ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിച്ചേർന്നപ്പോൾ പോലും ആ മേഖലയിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകുന്നു എന്നുള്ള പരിമിതിയാണ് ഇപ്പോഴും തുടരുന്നത്. ഇനിയിപ്പോൾ നേരത്തെ സുജയ ചോദിച്ചതുപോലെ ഈ നദിയിൽ ഏതെങ്കിലും തരത്തിൽ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് നീക്കങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ആലോചന നടത്തേണ്ടി വരും. അക്കാര്യത്തിലും പൂർണ്ണ ചുമതല എന്ന് പറയുന്നത് നേവിക്ക് മാത്രമായിരിക്കും എന്ന് ഇന്നലെ ജില്ലാ ഭരണകൂടം അറിയിച്ചതാണ്. നേവിയെ പൂർണ്ണമായും ഈ കാര്യത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് പക്ഷേ പ്ലാൻ ബി എന്നുള്ള നിലയിൽ ഈ ബോട്ട് എത്തിച്ച് അവിടെ ആങ്കർ ചെയ്തുകൊണ്ട് ആ മേഖലയിൽ നിന്ന് താഴേക്ക് ഡൈവ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇത്രയധികം വലിയ ഒരു ഒഴുക്കിനെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനോ ഒക്കെ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ നമുക്കും വ്യക്തതയില്ല. അത് നേവി തന്നെയാണ് ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. അത്തരത്തിലൊരു വിശദീകരണം ഉണ്ടായേക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഈ അടിയൊഴുക്ക് കുറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അടിയൊഴുക്ക് കഴിയുന്നത് വരെ അല്ലെങ്കിൽ കുറയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ദൗത്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകുന്നുണ്ട്. ആ ദൗത്യത്തിൻ്റെ സജീവതയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ ആർമി സംഘവും ഒപ്പം തന്നെ NDRF-ഉം SDRF-ഉം ഒപ്പം നേവി സംഘവും ഒക്കെ ആ നദിയിലേക്ക് ആ മേഖലയിലേക്ക് ദീപക, ഒരു കാര്യത്തിൽ കൂടി നമുക്കൊരു വ്യക്തത വേണം. ഇപ്പോൾ അവിടെ